girls, ഐഷാണ്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് and the local self government for എന്തിനു വേണ്ടിയിട്ട് poverty elevation and to reduce social inequality. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതേപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പോവേർട്ടി ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടും കുറച്ച് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. എക്സാമിന് സ്ഥിരമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഇത് പഠിച്ചിട്ട് പോകാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡിലൂടെ തന്നെ ഇത് പഠിച്ചേക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആണ്. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, MGNREGS സ്കീം തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്, 100 ദിവസം ഫിസിക്കൽ എംപ്ലോയ്മെന്റ് ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്കാണ് ജോലി കൊടുക്കുന്നത്, 18 വയസ്സ് തികഞ്ഞവർക്ക്, റൂറൽ ഏരിയാസിൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 ദിവസം ജോലി ഉറപ്പ് വരുത്തുന്ന ഒരു സ്കീമാണ് ഇത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു വലിയ ജോബ് കൊടുക്കുന്നതാണ്. എന്താണ്, 100 ദിവസം 18 വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്ക്, റൂറൽ ഏരിയാസിൽ ജീവിക്കുന്നവർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഇനി അടുത്തത് ലൈഫ് മിഷൻ. ആ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ലൈഫ് മിഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നമുക്ക് ഒരു വീടൊക്കെ ആവശ്യമല്ലേ. അപ്പോൾ വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കലാണ് ലൈഫ് മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാൻഡ്ലെസ് ആയിട്ടുള്ള, അതേപോലെ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ, ഭൂമിയില്ല, വീടില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യുന്നത്, ഇവര് വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് ലൈഫ് മിഷനിലൂടെ ചെയ്യുന്നത്. ഇനി അടുത്തത് വിദ്യാവാഹിനി. ആ പേര് നോക്കുക, വിദ്യാവാഹിനി, വിദ്യാർത്ഥികൾക്ക് വാഹനം. ഓക്കെ, എങ്ങനെ പഠിച്ചു വെക്കുക, വിദ്യാർത്ഥികൾക്ക് വാഹനം. എങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ്, നമ്മുടെ ട്രൈബൽ സ്റ്റുഡൻസിന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൊടുക്കുകയാണ്. ആർക്കാണ്, ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് സ്കൂളിൽ പോകണ്ടേ, അപ്പോൾ അവർക്ക് വാഹന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഇത് വിദ്യാവാഹിനി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ, തീരമൈത്രി അല്ലേ. അപ്പൊ തീരം എന്ന് നിങ്ങൾ എവിടെ കേൾക്കാറ്, കടൽ തീരം അല്ലേ, തീരമേ തീരമേ. തീരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കടൽ ഓർമ്മ വരും. അപ്പൊ കടലിൽ ആരാണ് ഉണ്ടാവാറ്, ഫിഷർ വുമണും ഫിഷർമെനും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫിഷർ വുമണിന് വേണ്ടിയിട്ടാണ് തീരമൈത്രി എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നത്. എന്താണ് തീരമൈത്രി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫിഷർ വുമന്റെ എംപവർമെന്റ് ആണ്, അവർക്ക് ജോലി കൊടുക്കുകയാണ്, അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുകയാണ് ഗവൺമെന്റ് ഇതിലൂടെ ചെയ്യുന്നത്. ഇനി അടുത്തത് കൈവല്യ. ഓക്കെ, കൈവല്യ. ഓക്കെ, അപ്പൊ കഴിവുള്ള കുട്ടികൾക്ക്, അതായത് നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായല്ലോ, അപ്പൊ അവർക്ക് കുറെ കഴിവില്ലേ, അപ്പൊ അവർക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഓക്കെ, അവർക്കും എല്ലാത്തിലും തുല്യ അവകാശം കൊടുക്കുക, തുല്യമായിട്ട് തന്നെ അവരെയും എല്ലാ കാര്യങ്ങളിലും ട്രീറ്റ് ചെയ്യുക, അവർക്കും ജോലി കൊടുക്കുന്നതാണ് കൈവല്യ എന്ന് പറഞ്ഞ പ്രൊജക്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് പഠിച്ചാൽ ഉറപ്പിച്ച് എക്സാമിന് മാർക്ക് അവിടെ വീഴും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മെസ്സേജ് സെറ്റ് ആണെന്ന്. ഓക്കെ, ബൈ, താങ്ക് യു.